ഹായ് ഓൾ, എല്ലാവർക്കും ഗ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ എക്സ്പയറി ഡേയിൽ സൂപ്പറായിട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ നമുക്കറിയാം, ഇപ്പോഴത്തെ എക്സ്പയറി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും എക്സ്പയറി ആണ്. തിങ്കളാഴ്ച മിഡ് ക്യാപ്പ്, ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റി, ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി, വ്യാഴാഴ്ച നിഫ്റ്റി, വെള്ളിയാഴ്ച സെൻസെക്സ് അല്ലേ. അപ്പം എല്ലാം കൊണ്ടും ഒരു അടിപൊളി ഒരു ഫിലിം പോലെയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ ദിവസത്തെ ട്രേഡ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്കൊരു പെർഫെക്റ്റ് റൂൾ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ഉണ്ടെങ്കിലോ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക് ട്രേഡ്സ് ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഒത്തിരി ട്രേഡുകൾ ചെയ്തുകൊണ്ട് ഒത്തിരി ലോസസ് മേടിച്ച് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്ഷൻസിൻ്റെ ബേസിക്സ് ആദ്യം നമ്മൾ എന്തായാലും പഠിക്കണം. അപ്പോൾ അത്ര വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നേരെ ഐ ബട്ടണിൽ പോവുക, നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് വരിക. അപ്പോൾ എക്സ്പയറി ഡേയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ഡൂപ്പർ സ്ട്രാറ്റജീസ് 1 by 1 ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഉറപ്പാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. എക്സ്പയറി ഡേയിൽ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഫിൻ നിഫ്റ്റി ആണെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് റൂൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതിനകത്ത് ഏറ്റവും നല്ലൊരു ട്രേഡ് എന്ന് പറയുന്നത് ചെറിയ ഗ്യാപ്പ് അപ്സും ഗ്യാപ്പ് ഡൗൺസും ഒക്കെ ഉള്ള സമയത്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിഫ്റ്റിയുടെ ലാസ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നത് 25th ആയിരുന്നു. 25th ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള റാലി പോയത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് എല്ലാ എക്സ്പയറി ഡേയ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തുകൊണ്ട് ഒക്കെയുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഫസ്റ്റ് 15 മിനിറ്റിൻ്റെ ഹൈയും ലോയും ആണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് 15 മിനിറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും എന്നുള്ള പ്ലാനിൽ നമുക്ക് ആ ഒരു ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ ORB എന്ന് പറയുന്ന ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട്, ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്റർ, ഇവിടെ നിങ്ങൾ ORB എന്ന് അടിക്കുമ്പോൾ തന്നെ രണ്ടാമത് വരുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്യാം. ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്ററിൽ 15 മിനിറ്റിൻ്റെ ഹൈയും ലോയും ആണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് സ്റ്റൈൽസിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ 9:15 to 9:30 ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ടൈമിൽ ഇൻപുട്ടിൽ നമ്മൾ ടൈം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 9:15 to 9:30, ടൈം എത്രയാണ്, 15 ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ലൈൻ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കൃത്യമായിട്ട് ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിലിൽ ഹൈയും ലോയിലും നമുക്ക് ഒരു ലൈൻ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. എപ്പോഴാണോ ഈ ഒരു ഗ്രീൻ ലൈൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഒരു എൻട്രി പോകാനായിട്ട് സാധിക്കും. എന്നിട്ട് ഡേ ലോ, അതായത് 15 മിനിറ്റ്സിൻ്റെ ലോനെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ടും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു നല്ല ഒരു സൂപ്പർ ട്രേഡായിട്ട് നമുക്കത് കൊണ്ടു നടക്കാനായിട്ട് പറ്റുന്നതാണ് എല്ലാ എക്സ്പയറി ഡേയ്സിലും. ഇപ്പോൾ മൺഡേ ആണെങ്കിൽ മിഡ് ക്യാപ്പ്, ചൊവ്വാഴ്ചയാണെങ്കിൽ ഫിൻ നിഫ്റ്റി, ബുധനാഴ്ചയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, വ്യാഴാഴ്ചയാണെങ്കിൽ നിഫ്റ്റി, എല്ലാത്തിലും ഈ ഒരു ട്രേഡിംഗ് ലോജിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. എപ്പോഴും പ്രീവിയസ് ഡേ ഹൈ വരെയൊക്കെ ആയിരിക്കും ഒരു ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ടാർഗറ്റ് 330 വരെയും നല്ലൊരു ടാർഗറ്റ് ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ലോയാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു നല്ല ഒരു ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് ലോങ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മൾ ട്രേഡ് എൻട്രി എടുക്കേണ്ടത്. സോ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമുക്ക് എങ്ങനെ നോക്കിയാലും ആ ദിവസത്തെ ആ ദിവസം തീരുന്ന ഏകദേശം ഇവിടെയാണ്. ഇവിടെ വരെ നോക്കുമ്പോൾ നമുക്കൊരു 1:7%, അതായത് 1:1.7% ഒരു റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമുക്ക് നല്ലൊരു സൂപ്പർ ട്രേഡാണ് ആ ഒരു ദിവസം കിട്ടിയിരിക്കുന്നത് എന്നുകൂടി ശ്രദ്ധിക്കുമ്പോഴാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പവർ നമുക്ക് മനസ്സിലാക്കുക. മറ്റ് ദിവസങ്ങളിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നാൽ കൂടുതൽ റിസൾട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും ഈ പറയുന്ന എക്സ്പയറി ദിവസങ്ങളിലാണ്. ഇപ്പോൾ ഇന്ന് ഫിൻ നിഫ്റ്റി, ഈ വീഡിയോ ചെയ്യുന്ന സമയം ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഇവിടെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇത് എത്ര ശതമാനം ഫിൻ നിഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഞാൻ ഇതേ ചാർട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. പക്ഷെ ഇന്ന് എന്ത് പറ്റി, ഇന്ന് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ്. എന്നാലും ഒരിക്കലും ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് നമ്മൾ ഫേക്ക് ട്രേഡ് ചെയ്തിട്ടില്ല. ഹൈ ബ്രേക്ക് ചെയ്തിട്ട്
നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്കിപ്പോഴും ഒരു ചെറിയ പ്രോഫിറ്റിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസുകളിൽ മികച്ച പ്രോഫിറ്റ്സ് കിട്ടാൻ ഈ ഒരു സ്ട്രാറ്റജി നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ക്യാൻഡിൽ പാറ്റേൺ ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ പാറ്റേൺസ് ഉണ്ട്. എൻഗൾഫിംഗ് ഉണ്ട്, ഹാമർ ഉണ്ട്, ഹാങ്ങിങ് മാൻ ഉണ്ട്, അങ്ങനെ ഒത്തിരി പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കെപ്പോഴും കൃത്യമായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൽ ക്യാൻഡിൽ പാറ്റേൺ അലേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം. ഒരു ഇൻഡിക്കേറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏതൊക്കെയാണ് ക്യാൻഡിൽസ് ഉള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണിക്കും. ഇതിനകത്തുള്ള എല്ലാ ക്യാൻഡിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇനിഷ്യലി നമ്മൾ എൻഗൾഫിംഗ് പാറ്റേൺസിൽ മാത്രം ട്രേഡ് ചെയ്താൽ മതി. നമുക്ക് ഒത്തിരി പാറ്റേൺസ് കാണിക്കുന്നുണ്ട്, ലാഡർ, കിക്കിംഗ്, മീറ്റിംഗ് ലൈൻ, ഇതെല്ലാം നമ്മൾ ഓഫ് ചെയ്തിടുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് മാത്രം ഇൻപുട്സിൽ എൻഗൾഫിംഗ് മാത്രമേ നമ്മൾ ഓൺ ആക്കുന്നുള്ളൂ. എൻഗൾഫിംഗ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ 15 മിനിറ്റ്സ് ആണ്, 5 മിനിറ്റ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് 5 മിനിറ്റ്സിലായാലും ചെയ്യാം. എൻഗൾഫിംഗ് പാറ്റേൺ എപ്പോൾ വരുന്നോ അതിൽ മാത്രം ട്രേഡ് ചെയ്യുക. 2 ടൈപ്പ് എൻഗൾഫിംഗ് ആണ് വരിക. ഒന്ന് ബുള്ളിഷ് എൻഗൾഫിങ്ങും മറ്റൊന്ന് ബിയറിഷ് എൻഗൾഫിംഗ് ആണ് സാധാരണയായിട്ട് വരിക. ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ് വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ്. ബുള്ളിഷ് എൻഗൾഫിംഗ് വരികയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ബുള്ളിഷ് എൻഗൾഫിങ്ങിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അതായത് മുകളിലോട്ട് ലോങ് പൊസിഷൻ എൻട്രി എടുക്കാം. സോ എൻഗൾഫിംഗ് ഗ്രീൻ ആണെങ്കിൽ അത് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് ട്രേഡ് വളരെ ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് നിങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ആണെങ്കിൽ എങ്ങോട്ടാണ് ട്രേഡ് എടുക്കേണ്ടത്? ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡിലോട്ടാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈനെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാനും സാധിക്കും. വളരെ മികച്ച ട്രേഡ്സ് ഇവിടെ എല്ലാ എൻഗൾഫിങ്ങിലും വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഹൈയും ലോയും ബ്രേക്ക് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ മിസ്റ്റേക്കിലി നമുക്ക് അനാവശ്യമായിട്ട് ഒത്തിരി സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എൻഗൾഫിംഗ് പാറ്റേൺ വെച്ചിട്ട് സൂപ്പർ ട്രേഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫിൻനിഫ്റ്റി മാത്രമല്ല, ബാങ്ക് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട്, ഈ ഒരു എൻഗൾഫിംഗ് സെറ്റപ്പ് യൂസ് ചെയ്തുകൊണ്ട് മികച്ച ട്രേഡ്സ് തന്നെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മൾ റിവേഴ്സൽ ക്യാൻഡിൽസിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ റിവേഴ്സൽ ക്യാൻഡിൽസ് കണ്ടുപിടിക്കാനായിട്ട് എല്ലാ ആളുകൾക്കും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിവേഴ്സൽ ക്യാൻഡിൽസ് നമുക്കൊരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കാം. റിവേഴ്സൽ എന്ന് ടൈപ്പ് ചെയ്യുക. കമ്മ്യൂണിറ്റി സ്ക്രിപ്റ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് റിവേഴ്സൽ ക്യാൻഡിൽ പാറ്റേൺ സെറ്റപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു ഇൻഡിക്കേറ്റർ മറ്റൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് റിവേഴ്സൽ ക്യാൻഡിൽ പാറ്റേൺ സെറ്റപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. കൃത്യമായിട്ടുള്ള റിവേഴ്സൽ ക്യാൻഡിൽസിനെ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ പണി. അപ്പോൾ ഇവിടെ നോക്കുകയാണ്, ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആണെങ്കിൽ നമ്മൾ ബൈ ആണ് പോവുക, റെഡ് ആണെങ്കിൽ സെല്ലാണ് പോവുക. അപ്പോൾ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ബൈ പോവുക. ഇവിടെ ഫസ്റ്റ് റിവേഴ്സൽ ഗ്രീൻ ക്യാൻഡിൽ വന്നു, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഒരു ക്യാൻഡിൽ ക്ലോസ് ആണ് നമ്മളെപ്പോഴും ഒരു ബൈ ആയിട്ട് നോക്കുക. ഇവിടെ രണ്ടാമത്തെ റിവേഴ്സൽ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ റിവേഴ്സൽ ക്യാൻഡിൽ എന്ത് ചെയ്തു? അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു, നമുക്ക് വളരെ മികച്ച ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. സോ ഇതെപ്പോഴും നമ്മളൊരു 5 മിനിറ്റ്സിൽ 3 മിനിറ്റ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രാഡേ സെറ്റപ്പിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ റെഡ് റിവേഴ്സൽസ് വന്നു, എന്നാൽ അതൊന്നും എന്ത് ചെയ്തില്ല, അതൊന്നും നമ്മുടെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നില്ല, എല്ലാം ഹൈ ആണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ റിവേഴ്സലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്രീൻ റിവേഴ്സലുണ്ട്. ഈ ഗ്രീൻ റിവേഴ്സലിനെ ഹൈ ബ്രേക്ക് ചെയ്തു, മുകളിലോട്ട് പോയി ഒരു സെൽ റിവേഴ്സൽ വന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. ആ സെൽ റിവേഴ്സലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു, വീണ്ടും താഴത്തോട്ട് വരികയാണ്. അപ്പോൾ വളരെ മികച്ച രീതിയിൽ ഇത്തരത്തിൽ റിവേഴ്സൽ ക്യാൻഡിലുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ റിവേഴ്സൽ ക്യാൻഡിൽ സെറ്റപ്പ് ഉപയോഗിക്കാം. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്താണ്? റിവേഴ്സൽ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ലോ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കുക. വളരെ മികച്ച റിസൾട്ട് ഈ ഒരു സ്ട്രാറ്റജിക്ക് ലഭിക്കുന്നുണ്ട്. എക്സ്പയറി ഡേ ട്രേഡിംഗ് മെത്തേഡ്സ് എങ്ങനെയുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്ത 3 സ്ട്രാറ്റജീസും കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസോടുകൂടി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം.
സോ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി അതിന് ഡ്രോ ഡൗൺ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു എമൗണ്ട് കൂടി ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത്, ഇപ്പോൾ ഒരു 10,000 രൂപയാണ് ട്രേഡ് എൻട്രി ചെയ്യാൻ വേണ്ടത്, അതിന് ഡ്രോ ഡൗൺ ഒരു 12,000 രൂപയുണ്ട് എങ്കിൽ ആ ഒരു ട്രേഡ് ചെയ്യാൻ നമ്മളെപ്പോഴും ടോട്ടൽ ഒരു 25,000 രൂപ യൂസ് ചെയ്യണം. അതുമാത്രമല്ല, എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ലോട്ടോ 2 ലോട്ടോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡിൽ വരാൻ സാധ്യതയുള്ള ലോസ്, അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ലോസ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 2-3% നിൽക്കുമെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ നിങ്ങൾ അത്തരത്തിലുള്ള ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇല്ലേ അത്തരത്തിലുള്ള ട്രേഡ്സ് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ വലിയ എൻഗൾഫിങ് അല്ലെങ്കിൽ വലിയ റിവേഴ്സൽ ക്യാൻഡിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും അതനുസരിച്ച് വലുതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ട്രേഡ് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.